എം.എ. കോളേജിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിന് സമീപത്തുള്ള മുറി തുറക്കുവാനുള്ള അനുവാദം നിഷേധിച്ച് പിറവം മണ്ഡലത്തിലെ യു.ഡി.എഫ് നേതാക്കൾ. സുരക്ഷാ വീഴ്ച ഉണ്ടാകുവാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് അനുവാദം നിഷേധിച്ചത്. ജില്ലാ കളക്ടർ മുഖേന റിട്ടേണിംഗ് ഓഫീസറുമായി ചർച്ച നടത്തിയെങ്കിലും 24-ാം തീയതി നടക്കുവാനുള്ള യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കായി സ്ട്രോങ് റൂമിന് സമീപത്തെ മുറി തുറന്നു നൽകണമെന്ന ആവശ്യമാണ് സ്ഥാനാർത്ഥി അനൂപ് ജേക്കബിന്റെ ഏജന്റുമാരായ യു.ഡി.എഫ് നേതാക്കൾ തള്ളിയത്. കോതമംഗലം എം.എ. കോളേജിലാണ് തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. കോതമംഗലം മണ്ഡലത്തിനു പുറമെ പിറവം, മൂവാറ്റുപുഴ മണ്ഡലങ്ങളുടെ യന്ത്രങ്ങളും ഇവിടെ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഈ മാസം 24-നാണ് യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിരിക്കുന്ന പ്രകാരമുള്ള പരീക്ഷ നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ സ്ട്രോങ് റൂമിന് സമീപത്തായുള്ള 107-ാം നമ്പർ മുറി പരീക്ഷ നടത്തുന്നതിനായി നൽകാൻ കോളേജ് അധികൃതർ ബന്ധപ്പെട്ട കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു. പിറവം മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിന്റെ തൊട്ടടുത്ത മുറിയാണ് പരീക്ഷയ്ക്കായി തുറന്നു നൽകാൻ എം.എ. കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടത്. എന്നാൽ പിറവം മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഇതിന് അനുമതി നൽകാൻ വിസമ്മതിക്കുകയായിരുന്നു. സുരക്ഷാ വീഴ്ച സാധ്യത കൽപ്പിച്ചാണ് സ്ഥാനാർത്ഥിയുടെ ഏജന്റുമാർ കൂടിയായ യു.ഡി.എഫ് നേതാക്കൾ എതിർപ്പ് അറിയിച്ചത്. സ്ഥാനാർത്ഥിയുടെ ഏജന്റുമാരായ യു.ഡി.എഫ് നേതാക്കൾ കൂടിയായ ജയകുമാർ കെ.ആർ, സുനിൽ എടപ്പലക്കാട്ട്, ഇ.എം. മൈക്കിൾ, ജോഷി കെ പോൾ തുടങ്ങിയവർ കോതമംഗലത്തെത്തി റിട്ടേണിംഗ് ഓഫീസറുമായി സംസാരിച്ചു. സ്ട്രോങ് റൂമിന് സമീപത്തുള്ള മുറിയും പരീക്ഷയ്ക്ക് വേണ്ടി തുറന്നാൽ സുരക്ഷാ വീഴ്ചയുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി റൂം തുറക്കാൻ പാടില്ല എന്ന് ഏജന്റുമാർ ആവശ്യപ്പെട്ടു. ഏജന്റുമാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ കളക്ടറുമായി ബന്ധപ്പെടുകയും കളക്ടർ സ്ട്രോങ് റൂമിന് സമീപത്തുള്ള ഒരു മുറിയും തുറക്കരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.